ഇതൊരു ഡെയിലി വ്ളോഗാണ് എൻ്റെ. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയം ആക്ച്വലി ഇന്നലെയാണ്, അതായത് നവംബർ 17. പക്ഷേ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഇന്ന് നവംബർ 18-നാണ്. കുറേ തിരക്കുകളും അതിനിടയിൽ കൂടെ കുറച്ച് സമയം കിട്ടുമ്പോൾ എടുത്ത വീഡിയോസിൻ്റെ ഫുട്ടേജാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഒരു ഡെയിലി റൂട്ടീനെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുക്കുന്നൊരു ഇനിഷ്യേറ്റീവാണ്. ഇടയ്ക്ക് ഇങ്ങനത്തെ ചില ഭ്രാന്തുകൾ തോന്നുമ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ മുമ്പ് ഞാൻ വ്ളോഗ് ചെയ്തിരുന്നു, പിന്നെ ഇടയ്ക്ക് അത് സ്റ്റോപ്പായി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അത് സ്റ്റോപ്പായി. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഡയറ്റൊക്കെ മൊത്തം തെറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൃശ്ചികം 1, നവംബർ 17 വൃശ്ചികം 1 ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടൊരു വ്രതം പോലെ സ്റ്റാർട്ട് ചെയ്ത് ഡയറ്റും ഡിസിപ്ലിനും എല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഡെയിലി വ്ളോഗ് പോലെ ഇത് റെക്കോർഡിക്കലാക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് എടുത്തു നോക്കുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് മൊമെൻറ്റ് തോന്നാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കാം. ബട്ട് എത്ര ദിവസം ഇത് പോകുമെന്നറിയില്ല. സോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഇന്നും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് നൈറ്റ് പോസ്റ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഇന്നലത്തെ വീഡിയോ ആണ്. ഓക്കെ, അങ്ങനെ എണീറ്റ പാടെ ആദ്യം തന്നെ ഐസ് വാട്ടർ ഫേസ് ടിപ്പാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എങ്ങനെ പരിപാടി എന്ന് അറിയത്തില്ല. ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, അതോ ഇത് ചെയ്യുന്നത് കൊണ്ട് നല്ലതാണോ എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് ഇട്ടാൽ നന്നായിരിക്കും. അങ്ങനെ ഐസ് വാട്ടർ ഫേസ് ടിപ്പൊക്കെ കഴിഞ്ഞ് മുഖം തുടച്ചു. ഇനിയൊന്ന് കുളിക്കണം. രാവിലെ അമ്പലത്തിലൊന്ന് പോകണം. വൃശ്ചികം 1. അപ്പോൾ അമ്മയും വരുന്നുണ്ട്. ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകും. സോ അതിന് മുമ്പായിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. കുളി കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരുവായി. രാവിലെ എണീറ്റ് ആദ്യമായിട്ടാണ് കുറേ നാളിന് ശേഷം രാവിലെ കുളിക്കുന്നത്, അതും നല്ല തണുത്ത വെള്ളത്തിൽ. അപ്പോൾ കുളി കഴിഞ്ഞു, ഇനി ഒരുങ്ങാൻ പോവാണ്. പച്ച ഷർട്ടും കൈലിയുമാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. ഇതാ ഡ്രസ്സ് ചെയ്തു. അങ്ങനെ ഇതാ മോതിരങ്ങളിൽ നിന്ന് ഒരെണ്ണം എടുത്തു, ഇട്ടു. നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. ബുള്ളറ്റിലാണ് പോകുന്നത്. അമ്മയുണ്ട്, അമ്മയെ പിക്ക് ചെയ്യണം. അമ്പലത്തിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അതുകൊണ്ട് അവിടോട്ട് പോയിട്ടുള്ള ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ തിരിച്ച് വന്നിട്ട് ഞാൻ ഫോണിൽ സ്റ്റോറേജ് എല്ലാം ക്ലിയർ ചെയ്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കി ഇപ്പോൾ എന്താ ന്യൂസ് കാണുക. ടൈം 10 മണിയാവാറായി. എൻ്റെ വർക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തു. സോ ഇനി ഒരു 6 മണി വരെ വർക്കായിട്ടായിരിക്കും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അമ്മ ചോറുണ്ടാക്കുന്നേ ഉള്ളെന്ന് മനസ്സിലായി. ചോറും അതിൻ്റെ കൂടെ നല്ല മുരിങ്ങയ്ക്ക തോരനും. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഒരു കൊല ഇവിടെ അയ്യത്തുണ്ടായ കൊലയാണ്, അതൊന്ന് കൊണ്ട് കടയിൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണെങ്കിൽ മഴ. അപ്പോൾ കാറും കൊണ്ടിറങ്ങി. അതിൻ്റെ കൂടെ അച്ഛനൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, അതും കളക്ട് ചെയ്തു. എന്നിട്ട് തിരിച്ച് നേരെ വണ്ടിയിലോട്ട് കയറി. സന്ധ്യ ആയപ്പോഴത്തേക്കും മഴ അങ്ങ് കയറി. ഭയങ്കരമായിട്ട് മഴ കൂടി. റോഡൊക്കെ വെള്ളമായി. കൊല കൊടുക്കൽ നടന്നില്ല. മിഷൻ ഫെയിൽഡ്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് അതാ മഴ വീണ്ടും ശക്തമായി. കട്ടയ്ക്ക് മഴ. റോഡ് കാണാൻ പറ്റാത്ത പോലെ മഴയും. നേരെ വീട്ടിലെത്തി. ഞാൻ ഫുഡും കഴിച്ച്. പിന്നെ കുറേ പണിയുണ്ടായിരുന്നു തീർക്കാനായിട്ട്. അതൊക്കെ തീർത്തിട്ട് ഒരു 12 മണിയായപ്പോൾ കിടന്നുറങ്ങി.